രാജസ്ഥാനി ഹോസ്റ്റൽ ഡേ ഔട്ട് കണ്ടാലോ? ഇന്നിവിടെ രക്ഷാബന്ധനം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ലീവ് ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് സാധനം വാങ്ങാൻ പോകാന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയതാണേ. സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരെ ലേസിൻ്റെ സ്റ്റാൻഡിലേക്ക് നോക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ലേസിൻ്റെ സ്റ്റാൻഡിൽ കുർക്കുറെ, ലേസ്, ബിങ്കോ ഇതൊക്കെയല്ലേ നോർമലി കാണാറ്. പക്ഷെ ഇവിടെ കുറച്ച് വെറൈറ്റി ആട്ടോ. ബിക്കാജി, ബാലാജി, താനാബാന, പഞ്ചാബി തടുക്ക അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കേട്ടോ കാണാൻ കിട്ടുക. ഞങ്ങൾക്ക് പിന്നെ 2 ബോട്ടിൽ വാങ്ങാനിട്ടിരുന്നു. അതും കൂടെ വാങ്ങി നേരെ ബില്ലിംഗ് കൗണ്ടറിൽ പോയപ്പോൾ അവിടെ കുറേ രാഖി ഇരിക്കുന്നത് കണ്ടേ. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് എല്ലാം ഞങ്ങൾ കെട്ടി നോക്കിയിട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നേരെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പുറത്തെത്തി കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിരുന്നേ. ഷോളും കോടയൊന്നും ഇല്ലാണ്ട് ഇവിടെ നടക്കാനേ പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടുത്തുകാരൊന്നും സത്യം പറഞ്ഞാൽ ഇവിടുത്തുകാരല്ല കേട്ടോ. എല്ലാവരും പുറത്തുനിന്ന് പല ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് സെറ്റിലായി വീടുണ്ടാക്കുന്നവരാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടി സ്റ്റേഷനറി കടയിൽ പോയിട്ടോ. പെന്ന്, ബുക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പ്രിന്റും എടുക്കാനുണ്ടായിരുന്നേ. പ്രിന്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് പാനിപ്പൂരി കഴിക്കാൻ പോയിട്ടോ. എല്ലാ പ്രാവശ്യം പുറത്തിറങ്ങുമ്പോഴും ഞങ്ങൾക്ക് പാനിപ്പൂരി കഴിക്കണം നിർബന്ധം കേട്ടോ. ഇല്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ്. ഇവിടെ പാനിപ്പൂരി മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. മീട്ടയുണ്ട്, നംകീനുണ്ട്. എനിക്ക് നംകീനാണ് കുറച്ചുകൂടെ ഇഷ്ടം. അങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രധാന പാർട്ടിലേക്ക് എത്തി. എന്താ? സൂക്കാപ്പൂരിയാണ്. ഈ സൂക്കാപ്പൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത പാനിപ്പൂരി അതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സൂക്കാപ്പൂരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങിട്ടോ. പിന്നെ ഞങ്ങളുടെ കോളേജ് ഇവിടെ പാകിസ്ഥാൻ രാജസ്ഥാൻ ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും പട്ടാളക്കാരുണ്ടാവും കേട്ടോ. അങ്ങനെ കുറേ നേരം പട്ടാളക്കാരെയും പട്ടാള വണ്ടിയൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ പിന്നെ നടന്നു കേട്ടോ, കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ സൈഡിൽ എത്തിട്ടോ. ഇന്ന് രക്ഷാബന്ധനം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ വാങ്ങി പ്രസാദം. പിന്നെ ഈ പ്രസാദം വെച്ചാൽ വെറൈറ്റി ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കോമ്പിനേഷനിലാട്ടോ ഇവിടെ പ്രസാദം കൊടുക്കുന്നത്. നമ്മൾ കറിയിലിടുന്ന ബ്രൗൺ കടലില്ലേ, ഈ പുട്ടിൻ്റെ കൂടെയൊക്കെ കൂട്ടുന്നത്, അതും റവ കേസരിയാണ് കേട്ടോ. മധുരവും ഉപ്പുമാണ് ബേസിക്കലി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രസാദമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നപ്പോൾ ഇവിടെ പല ആളുകളും കൊച്ചു സ്റ്റോളുകളിലായിട്ട് രാഖി വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രക്ഷാബന്ധനം ആയതുകൊണ്ട് തന്നെ രാഖിക്കൊക്കെ നല്ല ഡിമാൻഡാണ്. ഞങ്ങൾ വാങ്ങിയിട്ടോ കുറച്ച് രാഖി. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഓട്ടോസ്. ബാക്കിലും ഫ്രണ്ടിലും ഉള്ളിലും ആൾക്കാർക്ക് ഇരിക്കാൻ നല്ല സ്ഥലമുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓട്ടോസ് വളരെയധികം മിസ് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള പച്ചക്കറിൻ്റെ വിഷ്വൽസ് ആണ് ഇതൊക്കെ. നല്ല രസമല്ലേ? നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ പച്ചക്കറിയൊക്കെ നല്ല റേറ്റ് കുറവാട്ടോ. പിന്നെ ഇന്നിവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് വെച്ച് കഴിഞ്ഞാൽ പഴം ഉണ്ടായിരുന്നു, പ്ലം ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. പഴത്തിനൊക്കെ 1 കിലോ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഹോസ്റ്റലിൽ വെറുതെ ഇരിക്കില്ലേ, കുറച്ച് പഴം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പഴമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ബില്ല് കൊടുത്തു കഴിഞ്ഞ് ചേട്ടനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നടന്നിട്ടോ. പോകുന്ന വഴിക്ക് കുറച്ച് ചോളം വെക്കുന്നത് കണ്ടേ. ഈ ചോളം ആയിട്ടില്ല, ഇവർ ചുടാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും അധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ, ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്? ഞാൻ ടാറ്റ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.